ഇപ്പോൾ തന്ത്രിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത. തന്ത്രിയെ ജയിലിൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു. തന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്നാണ് ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചിപ്പോൾ അവിടെ പ്രാഥമിക പരിശോധനകൾക്ക് വിധേയമാക്കുകയാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്കാണ് അവിടെ തന്ത്രി എത്തിച്ചത്. ഇന്നലെയായിരുന്നു തന്ത്രിയുടെ അറസ്റ്റിനെ തുടർന്ന് ഇന്ന് രാവിലെ ജയിലിൽ വെച്ച് തന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി. തന്ത്രിയെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായി അവിടെ ഇപ്പോൾ പ്രാഥമിക പരിശോധനകൾ നടത്തുകയാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ എത്തിച്ച് അവിടെ പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ SIT കസ്റ്റഡിയിൽ തന്ത്രിയെ വാങ്ങാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ പറയുന്ന കുറേയധികം കാര്യങ്ങളിൽ വ്യക്തത വരുത്താനും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യൽ ഒക്കെ അനിവാര്യമാണ്. അതുകൊണ്ടാണ് കസ്റ്റഡി വാങ്ങാനുള്ള നീക്കം. ഷഫീദ് റാവുത്ത് ചേരുന്നു. ഷഫീദ്, തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ആണോ ഇപ്പോൾ പ്രാഥമിക പരിശോധന? അതിനുശേഷം അഡ്മിറ്റാക്കൽ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമോ? അശ്മി, പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇപ്പോൾ ഇവിടെ ജനറൽ ആശുപത്രിയിൽ തന്ത്രി കണ്ഠരര് രാജീവരെ അഡ്മിറ്റ് ചെയ്യണമോ വേണ്ടയോ, തുടർ ചികിത്സ വേണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉറപ്പിക്കുകയുള്ളൂ. ഇന്ന് രാവിലെയോടുകൂടിയാണ് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. അതായത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് കൊല്ലത്തെ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയ ശേഷം, അതായത് കൊല്ലം കോടതിയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. ശേഷം രാത്രിയോടുകൂടി തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവന്നു. ഇന്ന് രാവിലെ ഉറങ്ങി എഴുന്നേറ്റതിനു ശേഷമാണ് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതെന്നുള്ളതാണ് ജയിൽ അധികൃതർ പറയുന്ന കാര്യം. അതിന്റെ പിന്നാലെ ഈ വിവരം SIT അറിയിക്കുകയും തുടർന്ന് ഉടൻ തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. അല്പസമയം മുൻപാണ് അദ്ദേഹത്തെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിയത്. ഇപ്പോൾ ഡോക്ടർ അദ്ദേഹത്തെ പരിശോധിക്കുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തുള്ള പരിശോധന പൂർത്തിയാക്കും. കൂടുതൽ വിദഗ്ധ പരിശോധന വേണമെങ്കിൽ ജനറൽ ആശുപത്രിയിൽ തന്നെ അദ്ദേഹത്തെ ഉറപ്പിക്കും. അതിനുശേഷം ഏതെങ്കിലും ഘട്ടത്തിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ, ആശുപത്രിയിൽ കിടത്തിയുള്ള ചികിത്സ വേണമെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കായിരിക്കാം മാറ്റുക. കാരണം ജുഡീഷ്യൽ കസ്റ്റഡിയാണ്, സ്വാഭാവികമായും മെഡിക്കൽ കോളേജ് സെല്ലിലേക്ക് മാറ്റേണ്ടത് അനിവാര്യതയുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ അദ്ദേഹത്തെ മാറ്റും. ഏതായാലും തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകാനിരിക്കുകയാണ് SIT. തന്ത്രിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് കേസിന്റെ തുടരന്വേഷണത്തിൽ നിർണായകമായ ഒരു ഘട്ടത്തിൽ കൂടിയാണ്. തന്ത്രിക്ക് ഇപ്പോൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിട്ടുള്ളത്. ആ സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിപ്പോൾ വൈദ്യ പരിശോധന നടത്തുന്നത്. ഹഷ്മി, തന്ത്രിക്ക് ജയിലിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങളൊക്കെ നോക്കുകയാണ്, പരിശോധിക്കുകയാണ്. പരിശോധനയ്ക്ക് ശേഷമാണ് അഡ്മിറ്റ് ആക്കണോ എന്നടക്കമുള്ള കാര്യങ്ങൾ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. തന്ത്രിയെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് തിരികെ ജയിലിലേക്ക് തന്നെയാണോ എന്ന കാര്യം അറിയില്ല. തന്ത്രി കണ്ഠരര് രാജീവരെ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണോ, അദ്ദേഹത്തെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണോ എന്ന കാര്യം അറിയില്ല. അതോ കൂടുതൽ പരിശോധനകൾക്കായി അടുത്ത മുറിയിലേക്ക് കയറ്റിയതാണോ ഒന്നും വ്യക്തമല്ല. എന്തായാലും ജയിലിൽ വെച്ചാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. ഇന്നലെയായിരുന്നു പ്രേക്ഷകർക്കറിയാം തന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടായത്. ആ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റ് എന്ന് ഉറപ്പായും പറയാം. കാരണം പത്മകുമാറിനെ പോലെയോ വാസുവിനെ പോലെയോ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെയോ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയോ അറസ്റ്റ് പോലെയല്ല, അല്ലെങ്കിൽ ജീവനക്കാരുടെ അറസ്റ്റ് പോലെയല്ല, ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറസ്റ്റ് പോലെയല്ല. ഈ അറസ്റ്റ് അത് കുറച്ച് വലിയ അറസ്റ്റാണ്. അതിന് കാരണം ശബരിമലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വത്തിൻ്റെ അറസ്റ്റാണ്. അവിടെ നിന്ന് കൊണ്ടുപോവാണ്. അവിടുന്ന് തന്ത്രിയെ ബാക്ക് ടു ജയിൽ കൊണ്ടുപോവാണോ എന്നൊരു സംശയം ഇപ്പോഴുണ്ട്. ജനറൽ ആശുപത്രിയിലേക്ക് അല്പസമയം മുമ്പാണ് എത്തിച്ചത്. ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്നാണ്. പക്ഷേ BP ഷൂട്ടൗട്ട് ചെയ്യുക പോലെയുള്ള പരിപാടികളൊക്കെ ആയിരിക്കണം. ഇന്നലെ മുഴുവൻ ഉറപ്പായും തന്ത്രിക്ക് തിരക്കുള്ള ദിവസമായിരുന്നല്ലോ. അറസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം ശാരീരിക പരിശോധന, അതിനുശേഷം ജയിലിലേക്ക് കോടതിയിൽ ഹാജരാക്കാൻ കൊല്ലത്തേക്ക് കൊണ്ടുപോകൽ, പിന്നെ തിരികെ വരികൽ, ജയിലിൽ അഡ്മിറ്റ് ആവൽ തുടങ്ങിയ ഇന്നലെ വലിയ തിരക്കുള്ള ദിവസമായിരുന്നു. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ പിന്നെ ഉറപ്പായും മാനസിക സംഘർഷങ്ങൾ ഉറപ്പായും ഉണ്ടാവണം. അപ്പോൾ അതിൻ്റെ BP കൂടിയതാണോ അതോ അതിലപ്പുറമുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ തന്ത്രിക്കുണ്ടോ എന്ന കാര്യമൊക്കെ അല്പസമയത്തിനകം ഷഫീദിനോട് ചോദിക്കുകയും ചെയ്യാം. എന്തായാലും വലിയ മാധ്യമപ്പട അവിടെയുണ്ട്, മാധ്യമപ്പട ഉണ്ടാവുകയും ചെയ്യും. കാര്യം ഇതിലുണ്ടായിരിക്കുന്ന അറസ്റ്റ് അത് ചെറിയ അറസ്റ്റല്ല. തന്ത്രിയുടെ പ്രതികരണങ്ങൾ അക്കാര്യത്തിൽ നിർണായകമാണ്. ഇന്നലെയൊക്കെ ചോദിക്കുമ്പോൾ കുടുക്കിയതാണ് എന്ന് തന്നെ തന്ത്രി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ കുടുക്കിയതല്ല എന്നാണ് SIT പറയുന്നത്. SIT വളരെ കൃത്യമായ തെളിവ് ഈ മാരകമായ ക്ഷേത്രക്കൊള്ളയിൽ തന്ത്രിക്കുള്ള നേർക്കുനേർ ബന്ധത്തിന് വ്യക്തമായ തെളിവുണ്ട് എന്നൊക്കെയാണ് SITയുടെ അവകാശവാദം. ഷഫീദ് റാവുത്തർ ചേർന്നു. ഷഫീദ്, ആശുപത്രിയിൽ നിന്നും തന്ത്രിയെ കൊണ്ട് പോയോ അതോ ഈ പരിശോധനകൾ തുടരുകയാണോ?
അത് ആശുപത്രി പരിസരത്ത് തന്നെയാണ് തന്ത്രിയുമായി ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത്. അല്പസമയത്തിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യം നമുക്കിപ്പോഴും വ്യക്തതയില്ല. രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തേത് ഒരുപക്ഷെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നുള്ള കാര്യം അറിയില്ല. ഉയർന്ന രക്തസമ്മർദ്ദം അടക്കമുള്ള കാര്യങ്ങൾ അത് ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്വാഭാവികമായും തുടർ ചികിത്സ വേണം എന്നുള്ള നിലപാടിലാണ് ഡോക്ടർമാർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. കൂടാതെ ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതിനപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങളിൽ SITക്ക് സംശയമുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തെ കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ വേണ്ടിവരും. അപ്പോൾ ഈ SIT അടുത്ത റിപ്പോർട്ട് കൊടുക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. അപ്പോൾ തന്ത്രിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലെ വ്യക്തത, അല്ലെങ്കിൽ തന്ത്രി എങ്ങനെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം. അതിനുവേണ്ടി SIT കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. ആ കസ്റ്റഡിക്ക് മുൻപ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.